നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-ന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11 നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. ശമ്പള പരിഷ്കാരമടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം പബ്ലിക് സ്കൂൾ അധ്യാപകർ ഏകദിന സൂചനാ പണിമുടക്ക് നടത്തി. പരാധീനതകളാൽ വീർപ്പുമുട്ടി പാലാവയൽ കൂട്ടക്കുഴിയിലെ ഏകാധ്യാപക വിദ്യാലയം. 1 മുതൽ 3 വരെ ക്ലാസുകളിലായി 15ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് കോളനിക്കായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിൽ. തകർച്ച നേരിട്ട കൊപ്രവില ഉയർച്ചയിലേക്ക്, പുതിയ പ്രതീക്ഷകളുമായി കേര കർഷകർ. തുടർച്ചയായി പൊട്ടിപ്പൊളിയുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് നിത്യദുരിതമാകുന്നു. പയ്യന്നൂർ നഗരസഭ CDS കുടുംബശ്രീ 17ാം വാർഷികാഘോഷം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11 നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥം ചെറുപുഴ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ തിരുമേനിയിൽ നിന്നാരംഭിച്ച് മച്ചിയിൽ സമാപിച്ചു. ജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തിരുമേനി മുതുവത്തു നിന്നും രാവിലെ ആരംഭിച്ച ജാഥ KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സ്വീകരണമേറ്റുവാങ്ങി വൈകുന്നേരം മച്ചിയിൽ സമാപിച്ചു. ചെറുപുഴയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ജാഥ ലീഡർ M ഷാജർ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളുടെ വോട്ടിന് തരില്ല എന്ന് പറഞ്ഞാലും ശരി, CPI നിലപാട് മാത്രമേ ഉള്ളൂ. അതും മനുഷ്യർക്ക് അനുകൂലമായ നിലപാടാണ്. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇപ്രകാരമാണ്. KP ഗോപാലൻ, KK ജോയി, AS ഗിരീഷ്, M സുബേർ, AN ശ്രീകാന്ത്, P കൃഷ്ണൻ, KM ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ശമ്പള പരിഷ്കാരമടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം പബ്ലിക് സ്കൂൾ അധ്യാപകർ ഏകദിന സൂചനാ പണിമുടക്ക് നടത്തി. INTUC ജില്ലാ സെക്രട്ടറി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മരവിച്ച ശമ്പള സ്കെയിൽ പുനഃസ്ഥാപിക്കുക, മറ്റ് ജീവനക്കാർക്ക് നൽകിയതുപോലെ 73% DA അനുവദിക്കുക, പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കിയ ജീവനക്കാരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക, പബ്ലിക് സ്കൂൾ ജീവനക്കാരോട് മാനേജ്മെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിയാരം മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന് കീഴിലുള്ള പരിയാരം പബ്ലിക് സ്കൂൾ അധ്യാപകർ സൂചനാ പണിമുടക്ക് നടത്തിയത്. ഓഗസ്റ്റ് 11 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നിരവധി വട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ 2014 ജൂൺ മാസം ശമ്പള സ്കെയിൽ മരവിപ്പിക്കുകയും പ്രസ്തുത വേതനം കൺസോളിഡേറ്റഡ് സ്കെയിലാക്കി തങ്ങളെ തരം താഴ്ത്തിയതായും അധ്യാപകർ പറയുന്നു. സന്തോഷ് നമ്പ്യാരുടെ അധ്യക്ഷതയിൽ INTUC ജില്ലാ സെക്രട്ടറി K രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ശ്രീഹരി, PI ശ്രീധരൻ, UK മനോഹരൻ, OV സീന എന്നിവർ സംസാരിച്ചു. അധ്യാപക സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഞാൻ പറയുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരമല്ല. ഈ സമരം INTUC ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ജീവനക്കാരുടെ പ്രശ്നം എന്ന നിലക്ക് അവർ ന്യായമായ അവകാശങ്ങൾക്ക് മുന്നിൽ ഇന്നും INTUC എന്ന സംഘടന ഈ സ്ഥാപനത്തിൽ ഏത് സമരങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭ CDS കുടുംബശ്രീ 17ാം വാർഷികാഘോഷം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നിന്നും ആരംഭിച്ച വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നഗരം ചുറ്റിയ ഘോഷയാത്ര സമ്മേളന നഗരിയായ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയം പരിസരത്ത് സമാപിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അത്തരം സഹോദരിമാരെ എല്ലാം തന്നെ
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തുകയും ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതും ഒരു വലിയ നേട്ടമായി കാണുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വനജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂവൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വാസന്തി, കൗൺസിലർമാരായ പാവൂർ നാരായണൻ, എ പി നാരായണൻ, എം ബഷീർ, കെ പവിത്രൻ, കെ ചന്ദ്രിക, എൻ വി കോരൻ, നഗരസഭാ സെക്രട്ടറി ജി ഷെറി, CDS മെമ്പർ സെക്രട്ടറി കെ രാധാമണി എന്നിവർ ചടങ്ങിനെ ആശംസയർപ്പിച്ച് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ എൻ കെ നാരായണി സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ കെ ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യസ്വാശ്രയത്വവും എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി പ്രേമരാജൻ വാർഷികാഘോഷ സന്ദേശ ക്ലാസും നൽകി. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായി, ദുരിതം പേറി യാത്രക്കാർ. ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്താത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. മഴ ശക്തമായതോടെ ബസ് സ്റ്റാൻഡിലെ കുഴികളുടെ എണ്ണവും ആഴവും വർദ്ധിച്ചു. ചെളിവെള്ളം തെറിച്ചും കുഴിയിൽ വീണും യാത്രക്കാർ ദുരിതം പേറുകയാണ്. കരിങ്കൽ ചീലുകൾ ദേഹത്തു പതിച്ച് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവാണ്. എല്ലാ വർഷവും അറ്റകുറ്റപ്പണി നടത്താറുണ്ടെങ്കിലും ഈ വർഷം അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. ചെളി നിറഞ്ഞ് താഴ്ന്ന പ്രദേശമായതിനാലാണ് ബസ് സ്റ്റാൻഡ് ചെളിക്കുളമാകാൻ കാരണമാകുന്നത്. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ഉയർന്നതോടെ ബസ് സ്റ്റാൻഡിലേക്ക് ചെളിവെള്ളം ഒഴുകിവരുന്നതും ബസ് സ്റ്റാൻഡിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. തകർന്ന ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഓട്ടം നിർത്തിവെക്കാനുള്ള നീക്കത്തിലാണ് ബസ് ജീവനക്കാർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്താത്ത ഏഴോം പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധം വ്യാപകം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആസ്വാദകർക്ക് ഹൃദ്യമായ കാഴ്ചാനുഭവം ഒരുക്കുകയാണ് ഡോക്ടർ ശ്രീശൻ പരിയാർ മെഡിക്കൽ കോളേജ് ഹാളിൽ പ്രദർശനത്തിന് വെച്ച ചിത്രങ്ങൾ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധാകരൻ ഉദ്ഘാടനം ചെയ്ത ചിത്രപ്രദർശനത്തിന് സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് ആസ്വാദകരായി എത്തുന്നത്. കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും രചനാമാധ്യമത്തിൻ്റെയും വർണ്ണങ്ങളുടെയും മിശ്ര സ്വഭാവമാണ് ഡോക്ടർ ശ്രീശൻ്റെ ചിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആസ്വാദക ശ്രദ്ധയെ ആദ്യം പിടിച്ചെടുക്കാനിടയുള്ളത്. സിനിമാ താരങ്ങളെ പകർത്തുന്ന കേവല കൗതുകം മുതൽ തെയ്യങ്ങളുടെ മുഖത്തെഴുത്തിൻ്റെ വൈവിധ്യങ്ങളെ കൃത്യമായ വർണ്ണസങ്കലനത്തോടെ പ്രത്യക്ഷപ്പെടുത്തുന്ന സൂക്ഷ്മാവിഷ്കാര മികവ് വരെ തെളിയിക്കുന്ന ചിത്രങ്ങൾ ശ്രീശൻ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കേരളീയമായ നാടൻ കലകളും കഥകളി ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ കലകളും പക്ഷിമൃഗാദികളും ഗാന്ധിജിയും മാർക്സും ഭഗത് സിംഗും ചെഗുവേരയും മദർ തെരേസയും ഉൾപ്പെടെയുള്ള ചരിത്ര വ്യക്തിത്വങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ ദൃശ്യലോകമാണ് പ്രദർശനം ആസ്വാദകർക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനം നേടിയ ഈ യുവ ഡോക്ടർ മനുഷ്യൻ്റെ ബാഹ്യരൂപത്തിൻ്റെ വൈവിധ്യങ്ങളെയും കൗതുകത്തോടെ പിന്തുടരുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് പ്രദർശനത്തിലെ മനുഷ്യരൂപങ്ങളെല്ലാം. അക്രിലിക്കിലും ജലച്ചായത്തിലും പെൻസിൽ വരകളിലും ഒരുപോലെ ഉത്സുകനാണ് ഈ ചിത്രകാരൻ. ചിത്രത്തിൻ്റെ രംഗത്ത് തുടർന്നാൽ മഹത്തായ ആവിഷ്കാരങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു പ്രതിഭയുടെ സ്പർശം ഈ ചിത്രങ്ങളിൽ പലതിനെയും ഹൃദ്യമായ കാഴ്ചാനുഭവമാക്കി മാറ്റുന്നു. ഇത് കൂടുതലും ഇതിൽ അക്രിലിക് പെയിൻറ്റിംഗ് ആണുള്ളത്. അതുകൂടാതെ പെൻസിൽ സ്കെച്ചുകളുണ്ട്, വാട്ടർ കളറുകളുണ്ട്. പക്ഷേ ഈ ചിത്രങ്ങൾക്കൊന്നും സാധാരണ നമ്മൾ കാണുന്ന പോലെ അത്ര പെർഫെക്ഷനായിട്ടൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു ഐഡിയ, അതിൻ്റെ കളറുകളുടെ സമന്വയത്തിൻ്റെ ഐഡിയ ആണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പരിയാർ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രദർശനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജയശ്രീ, ഡോക്ടർ കുഞ്ഞമ്പു, ഡോക്ടർ രമേശൻ, മെഡിക്കൽ കോളേജ് MD കെ രവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രസവം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. വൈദ്യധർമ്മനിഷ്ഠയ്ക്കു ചേരാത്ത പ്രവൃത്തിയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കമ്മീഷൻ വിലയിരുത്തി. മെഡിക്കൽ യോഗ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുകയെന്ന് കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒറ്റപ്രസവത്തിൽ 3 കുട്ടികളുണ്ടായ സംഭവം പയ്യന്നൂർ ആശുപത്രിയിൽ ഡോക്ടർമാർ ചിത്രീകരിച്ചത്. തുടർന്ന് ചിത്രങ്ങൾ വാട്സപ്പ് വഴി പ്രചരിപ്പിച്ചതായും പരാതി ഉയർന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട ഗൈനക്കോളജിസ്റ്റുകളെയും അനസ്തേഷ്യനിസ്റ്റിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് DMOയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 ഡോക്ടർമാരെയും അതേ ആശുപത്രിയിൽ തന്നെ തിരിച്ചെടുക്കുകയായിരുന്നു. DMOയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നാണ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്.
സംഭവത്തിൽ 3 ഡോക്ടർമാർക്കും 2 നഴ്സുമാർക്കും 2 അറ്റൻഡർമാർക്കുമെതിരെ പയ്യന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ലെന്നും കമ്മീഷൻ പരാതിപ്പെടുന്നു. തകർച്ച നേരിട്ട കൊപ്രവില ഉയർച്ചയിലേക്ക്. കഴിഞ്ഞ 10 ദിവസത്തിനിടയ്ക്ക് ക്വിന്റലിന് 2000 രൂപയോളം വർദ്ധിച്ചു. 8500 രൂപയാണ് ബുധനാഴ്ചത്തെ വില. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിൽ കേര കർഷകർ. റമദാൻ അവധിക്ക് മുമ്പ് 6800 രൂപയായി ഇടിഞ്ഞ വിലയാണ് ഘട്ടം ഘട്ടമായി ഉയർന്നിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് 1000 രൂപയാണ് വർദ്ധിച്ചത്. 19 രൂപയായി ഇടിഞ്ഞ പച്ചത്തേങ്ങയുടെ വില 26 രൂപയായും ഉയർന്നു. സ്വകാര്യ ലോബി നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ചാണ് കൊപ്ര വിപണി തകർച്ചയിൽ നിന്നും കരകയറുന്നത്. തമിഴ്നാട് വിപണിയിൽ തുടരുന്ന അനിശ്ചിതത്വവും ഓണം അടുത്തതുമാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് കാരണമായിരിക്കുന്നത്. റമദാൻ അവധിക്ക് ശേഷം ഓരോ ദിവസവും വില വർദ്ധിച്ചു വരികയായിരുന്നു. കൊപ്ര വ്യാപാരത്തിൽ കേരളത്തിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന തമിഴ്നാട്ടിൽ 2 ആഴ്ചയായി കാര്യമായ വ്യാപാരം ഒന്നും നടക്കുന്നുമില്ല. ഇതോടെ കേരളത്തിൽ കൊപ്രക്ക് ആവശ്യക്കാരേറിയതും വില വർധനയ്ക്ക് കാരണമായി. മഴക്കാലത്ത് തേങ്ങക്ക് വില കുറയുമെന്നും 3 വർഷം കൂടുമ്പോൾ ഉണ്ടാകാറുള്ള വിലയിടിവ് ഇത്തവണയും സംഭവിക്കുമെന്നുള്ള വ്യാജ പ്രചാരണവും വിലയിടിവിന് കാരണമായി. ഏകദേശം കൊപ്രയുടെ ക്വാളിറ്റി പോലെ 8000-8500 രൂപ വരെ നിലവാരത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ 16 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങ ഇന്നത്തെ മാർക്കറ്റ് 26 രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതുമാതിരി വെളിച്ചെണ്ണക്ക് മാർക്കറ്റ് 115 രൂപ ഉണ്ടായ വെളിച്ചെണ്ണ ഇന്ന് 135 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ വെളിച്ചെണ്ണ കമ്പനിയുടെ പ്രചാരണത്തെ തുടർന്ന് നാളികേര ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിറ്റഴിക്കാൻ കർഷകർ നിർബന്ധിതരായി. വിലയിടിക്കാനുള്ള സ്വകാര്യ ലോബിയുടെ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തേങ്ങ വിറ്റഴിക്കരുതെന്ന നാളികേര വികസന ബോർഡ് കർഷകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം റെക്കോർഡ് വിലയുണ്ടായിരുന്ന നാളികേര ഉൽപ്പന്നങ്ങളുടെ വിപണി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് കർഷകരിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. 4 മാസം മുമ്പ് കൊപ്രക്ക് കിൻഡലിന് 10000 രൂപ വരെ ലഭിച്ചിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി വില ഇടിയുകയായിരുന്നു. ഇപ്പോൾ കൊപ്രക്കും നാളികേരത്തിനും ഉണ്ടായിട്ടുള്ള വിലവർധനവ് വലിയ തോതിൽ വിപണിയിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. പരാധീനതയിൽ വീർപ്പുമുട്ടി പാലാവയൽ കൂട്ടക്കുഴിയിലെ ഏകാധ്യാപക വിദ്യാലയം. 1 മുതൽ 3 വരെ ക്ലാസുകളിലായി 15ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് കോളനിക്കായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിലാണ്. ചെറിയൊരു മുറിയിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഈ കുട്ടികളും അധ്യാപികയും വളരെ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ 15 കുട്ടികൾക്കും അധ്യാപികയ്ക്കും ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യം പോലും ഇതിനകത്തില്ല. മാത്രമല്ല 3 ക്ലാസ്സിലെ കുട്ടികളെയും പഠിപ്പിക്കേണ്ടത് ഒരു അധ്യാപിക മാത്രം. ഇവർക്കാണെങ്കിൽ ലഭിക്കുന്നത് തുച്ഛമായ വേതനവും. 15 വർഷത്തോളം പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് പുതിയ കെട്ടിടമെന്ന മുറവിളിക്ക് 2.5 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഇവിടെ നിന്ന് കിലോമീറ്റർ താണ്ടി പാലാവയൽ സ്കൂളിലെത്താനുള്ള അസൗകര്യം മൂലം ഈ കോളനിയിലെ കുട്ടികൾ പഠനം നിർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഏകാധ്യാപക വിദ്യാലയം ഇവിടെ ആരംഭിച്ചത്. പട്ടികജാതി വികസനത്തിനായി കോടികൾ മുടക്കുന്ന സർക്കാർ ഈ സ്ഥാപനം പുതുക്കി പണിയാൻ നടപടിയെടുക്കാത്തതെന്തെന്നാണ് നാട്ടുകാർ സംശയത്തോടെ ചോദിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഹക്കീം വധം പ്രതികളെ പിടികൂടുക അല്ലെങ്കിൽ കേസ് CBI ഏറ്റെടുക്കുക എന്ന ആവശ്യമുന്നയിച്ച് സംയുക്ത സമരസമിതി നടത്തുന്ന നിരാഹാര സത്യഗ്രഹം 84ാം ദിവസത്തിലേക്ക്. കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് PJ-ന്റെ നിരാഹാരം 8ാം ദിവസത്തിലേക്ക് കടന്നു. സംഘടനകളും പ്രമുഖരും സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു വരികയാണ്. കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ഹക്കീമിന്റെ ഭാര്യ സീനത്തും സംയുക്ത സമരസമിതിയും ഹൈക്കോടതിയിൽ നൽകിയ കേസ് 11ലേക്ക് മാറ്റി. കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല ജനറൽ ബോഡി യോഗവും അനുമോദനവും പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി TP ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയില്ലാതെ, ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ കക്ഷികളുടെയോ പിന്തുണയില്ലാതെ ഒരു പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ 25 വർഷം നമ്മുടെ സംഘടനയ്ക്ക് പിന്നിടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് തന്നെ. സംസ്ഥാന സെക്രട്ടറി TP ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് N പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. AV ബാബുരാജ്, K രാജൻ, AV ഗോവിന്ദൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. പെരുമ്പ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നും വാഹനങ്ങളുടെ 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുളിങ്ങോം റേജ് തദ്രീബിനും സുപ്രഭാത സംഗമത്തിനും പുളിങ്ങോം തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ തുടക്കമായി. ജില്ലാ ജമിയത്തുൽ മുഅല്ലമീൻ സെക്രട്ടറി അബ്ബാസ് അഹമ്മദ് മുട്ടം ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള നൂതന പദ്ധതികളാണ് വിദ്യാഭ്യാസ ബോർഡ് അധ്യാപകന്മാർക്ക് നൽകുന്നതെന്നും അത് മദ്രസ അധ്യാപകന്മാർ ഉപയോഗപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുസമദ് മുട്ടം അഭിപ്രായപ്പെട്ടു.
മുഫ്തി സൈദലവി ദാരിമി അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് റഫീഖ് അൽഹസരി ഇരിക്കൂർ ഖിറാഅത്ത് ഓതുകയും കൈപ്പറ്റ അബ്ദുള്ള ബാഖവി പ്രാർത്ഥന നടത്തി. ജില്ലാ ട്രഷറർ ഷുക്കൂർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. RP ഷമീർ ഹസേരി, AG ഇബ്രാഹിം, അഷ്റഫ് പുളിങ്ങോം, അഹമ്മദ് പോത്താങ്കണ്ടം, കരീം പെരിങ്ങോം, അബ്ദുറഹിമാൻ CP, അബൂബക്കർ മൗലവി, PS ഉസ്മാൻ, ഇബ്രാഹിം പുളിങ്ങോം, ഇബ്രാഹിം മോർണിംഗ് സ്റ്റാർ, MS ഇക്ബാൽ എന്നിവർ ചടങ്ങിനെ ആശംസയർപ്പിച്ച് സംസാരിച്ചു. MB സാദിഖ് മൗലവി നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ടാഗോർ ചരമദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാഷണൽ ആന്തം ഇൻ റിഥം ആൻഡ് നാഷണൽ ഫ്ളാഗ് ശ്രദ്ധേയമായി. സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ പതാകയുടെ ചരിത്രം, ഈണം, രൂപകൽപ്പന, ഉപയോഗക്രമം എന്നീ വിഷയങ്ങളെല്ലാം പരിപാടി ചർച്ച ചെയ്തു. സംഗീതസാന്ദ്രമായ വർണ്ണശബളമായ ഈ പരിപാടി അവതരിപ്പിച്ച തമ്പാൻ മാസ്റ്ററുടെ 272ാം വേദിയായിരുന്നു സ്കൂൾ. പരിപാടിയിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് അശോകൻ മാസ്റ്റർ സ്വാഗതവും സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്കൂളിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ വിവരാവകാശ സെമിനാർ സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് P. കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മണിക്കുള്ളിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ എല്ലാവരും ആ 1 മണി വരെ എല്ലാവരും ആരും പോകാതെ പരമാവധി 1 മണിയോട് 12:30 മണിക്കൂർ തീർക്കാൻ പറ്റും. ആ സമയം തന്നെ എല്ലാവരും. മാടായി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷത വഹിച്ചു. K. സുലൈമാൻ, POP മുഹമ്മദ് അലി ഹാജി, അജിത് മാട്ടൂൽ, CH ഖൈറുനീസ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രകൃതിയിലേക്കും ചുറ്റുമുള്ള ലോകത്തേക്കും എഴുതുറക്കുന്ന സദു അലിയൂരിന്റെ ചിത്രപ്രദർശനം പയ്യന്നൂരിന്റെ കാഴ്ചകൾക്ക് പുതിയ നിറം പകരുന്നു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വിന്റേജ് ആർട്ട് ഗാലറിയിലാണ് സദുവിന്റെ 40ഓളം വാട്ടർ കളർ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. റോഡും മരങ്ങളും കെട്ടിടങ്ങളും സംശുദ്ധമായ സൗന്ദര്യബോധത്തോടെ വരച്ചുവെച്ച ചിത്രങ്ങളിൽ സദു അലിയൂരിന്റെ ഏറ്റവും പുതിയ റിട്ടയർ എന്ന സൃഷ്ടിയും കാഴ്ചയെ സമ്പന്നമാക്കുന്നുണ്ട്. പഴയ റാന്തലുകൾ, ഫാനുകൾ, മേശകൾ തുടങ്ങിയ ആർക്കും വേണ്ടാതെ കൂട്ടിയിട്ട റിട്ടയർ എന്ന സൃഷ്ടിയും പുതിയ മാനം പ്രദാനം ചെയ്യുന്നു. നിരീക്ഷണത്തിലെ സൂക്ഷ്മതയിലൂടെ സാധാരണ കാഴ്ചയെ അസാധാരണത്വത്തിലേക്ക്, സ്വാഭാവികതയെ അസ്വാഭാവികതയിലേക്കും വിവർത്തനം ചെയ്യുന്നു. വിശ്വപ്രകൃതിയുടെ സമൃദ്ധിയും വർണ്ണരാജിയും രൂപഭാവങ്ങളും സദുവിൻ്റെ വിരലുകളിൽ പുതുജീവൻ പകരുന്നുവെന്നതിലുള്ള തെളിവാണ് വാരാണസി നഗരത്തിലെ 2 ചിത്രങ്ങളും ഡൽഹിയിലെ ഒരു മഞ്ഞുകാല കാഴ്ചയും അടയാളപ്പെടുത്തുന്നത്. വാരാണസി എന്ന പുണ്യ നഗരത്തിൻ്റെ ആകാശക്കാഴ്ചയായ റൂഫ് ടോപ്പ് അന്താരാഷ്ട്ര വാട്ടർ കളർ മേളയിലേക്ക് തിരഞ്ഞെടുത്ത ചിത്രമാണ്. ശബ്ദായമാനമായ ലോകത്തോട് സംവദിക്കാൻ ഈ മാഹിക്കാരൻ അവലംബിക്കുന്നത് സ്വതസിദ്ധവും വ്യതിരിക്തവുമായ നിശബ്ദ ശൈലിയിലാണെന്ന് പ്രദർശനം വ്യക്തമാക്കുന്നു. ഏകദേശം 30ഓളം സോളോ ഷോകൾ ഇന്ത്യക്ക് അകത്ത് എല്ലാ സ്ഥലത്തും നടത്തിയ ഒരാളാണ്. അതിൽ നിന്ന് നല്ലൊരു വ്യത്യാസം എനിക്ക് പയ്യന്നൂർ അനുഭവപ്പെട്ടു. ഒരുപാട് സൗഹൃദങ്ങൾ, പിന്നെ ഒരുപാട് പൈസക്കാർ, പിന്നെ മനസ്സ് അറിഞ്ഞുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ മനസ്സുകൾ, അതൊക്കെ എനിക്ക് പയ്യന്നൂർ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ വിരലിലെണ്ണാവുന്ന ജലച്ഛായ ചിത്രകാരന്മാരിൽ ഒരാളാണ് സദു. തുർക്കി ആസ്ഥാനമായ ലോക അന്താരാഷ്ട്ര വാട്ടർ കളർ സൊസൈറ്റിയുടെ അംഗീകാരം നേടുകയെന്ന അപൂർവ ബഹുമതിയുടെ ഉടമ കൂടിയാണ് ഈ കലാകാരൻ. ചിത്രപ്രദർശനം കാണാനെത്തിയ മുൻ പോണ്ടിച്ചേരി മന്ത്രി E. വത്സരാജ് ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും വളരെ അംഗീകാരം പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കും. നീലേശ്വരം കോട്ടപ്പുറം CH മുഹമ്മദ് കോയ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ അറിയുന്നതിനുമായാണ് കുട്ടികൾ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാടായിപ്പാറയിലെ ജൂതക്കുളം, മാടായിക്കോട്ട എന്നീ ചരിത്ര സ്മാരകങ്ങളും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു.
വിനോദ് കുമാർ, MP മഹേഷ് കുമാർ, K പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാടായിപ്പാറ ഇത്രയും പ്രദേശം, ഇതിന് ചുറ്റുപാട് വെങ്ങര, മാട്ടൂല്, അതുപോലെ മുട്ടം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയങ്ങാടി ഉള്ള ഈ ചുറ്റുപാട് താമസിക്കുന്ന ഏകദേശം 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് നമ്മൾ ഇരിക്കുന്ന സംഭവം. പിലാത്തറ റോട്ടറി ക്ലബിന്റെയും പയ്യന്നൂർ ഗുരുദേവ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലന പരിപാടി എംപവറിന് വ്യാഴാഴ്ച തുടക്കമാകും. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയായാണ് എംപവർ സംഘടിപ്പിക്കുന്നത്. എംപവറിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 6 വ്യാഴാഴ്ച കടന്നപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KK ഷൺമുഖദാസിന്റെ അധ്യക്ഷതയിൽ TV രാജേഷ് MLA നിർവഹിക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ചെയർ ലിറ്ററസി തേജ്രാജ് മലർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. പരിശീലന പരിപാടിയുടെ ആദ്യ ദിനം ദേശീയ പരിശീലകൻ PV സുരേന്ദ്രനാഥ് ക്ലാസുകൾ കൈകാര്യം ചെയ്യും. കുട്ടികളിലെ നേതൃത്വ പാഠവും വ്യക്തിത്വ വികസനം, കരിയർ ഗൈഡൻസ്, ലക്ഷ്യരൂപീകരണം, സ്വയം പര്യാപ്തത, ക്രിയാത്മകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ദേശീയ അന്തർദേശീയ പരിശീലകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. C ദാമോദരൻ, K രവീന്ദ്രൻ, MV പുരുഷോത്തമൻ, KC സതീശൻ, TV സുരേന്ദ്രനാഥ്, E രവീന്ദ്രൻ, KV സുകുമാരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഖാദി ഓണം മേള ജില്ലാതല നറുക്കെടുപ്പ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നറുക്കെടുപ്പ് നിർവഹിച്ചു. ഒന്നാം സമ്മാനം 142073 നമ്പറിനും രണ്ടാം സമ്മാനം 110812 നമ്പറിനും ലഭിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV ഗിരീഷ് കുമാർ, PV ഹസൻകുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. മാറ്റലി ദേശസാൽകൃത ബാങ്കുകളുടെ വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക പിരിക്കാൻ ബാങ്കുകൾ ദേശീയ കുത്തകയായ റിലയൻസിനെ ഏൽപ്പിച്ചു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടപ്പിക്കാനുള്ള അവകാശം റിലയൻസിന് നൽകുന്നതോടുകൂടി സാധാരണക്കാരൻ്റെ കഴുത്തിന് കത്തിവെക്കാനുള്ള അവകാശം കോർപ്പറേറ്റുകൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ദേശസാൽകൃത ബാങ്കുകൾ ഗവൺമെൻറ് സേവന രംഗത്ത് നിന്ന് പിന്മാറുക, കാര്യങ്ങൾ വെട്ടിപ്പലിശക്കാർക്കും കൊള്ളക്കാർക്കും പോലെ റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് ഏൽപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാടാണിത്. ഈ പ്രശ്നങ്ങൾ മുമ്പേ ഇടതുപക്ഷം പോലുള്ള പുരോഗമന സംഘടനകൾ ഈ വിഷയത്തെ മുൻപേ ചൂണ്ടിക്കാണിച്ചതാണ്. അന്നേരമൊന്നും അത് ചെവിക്കൊള്ളാനോ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാനോ ഭരണാധികാരികളോ നമ്മൾ പൊതുജനങ്ങളോ തയ്യാറായിട്ടില്ല. ഇനിയും വരുന്ന കാര്യങ്ങൾ കൂടി കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് ഉച്ചയിച്ചം പോരാടണമെന്ന് മാത്രമാണ്. റിലയൻസ് പോലെയുള്ള ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഈ വിദ്യാഭ്യാസ ലോൺ എടുത്ത കുട്ടികളെ വീട്ടിൽ പോയി വട്ടിപ്പലിശക്കാരെ പോലെ വട്ടിപ്പലിശക്കാർ പൈസ അവരോട് വാങ്ങുന്ന പോലെ രീതിയിലാണ് ഇവരെ പെരുമാറ്റമെല്ലാം വരിക. അത് ഭാവിയിൽ വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മുടെ നാട്ടിനെ എത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇതിലും ഈ നീരാളി ചുറ്റി പിഴഞ്ഞ് കിടക്കുകയാണ്. ഇതൊരു ആഗോള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയുള്ളത് മാത്രമല്ല, പുറത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും വരിഞ്ഞു കെട്ടുന്ന ഈ നീരാളിയെ മുറിക്കണമെങ്കിൽ വലിയ ബഹുജന പ്രസ്ഥാനങ്ങൾ വരുന്നാൽ കഴിയില്ല. വിവിധ ഏജൻസികളൊക്കെ കൊടുക്കുന്നത് ഈ റിലയൻസ് പോലുള്ള കുത്തക മുതലാളികളെ ഏൽപ്പിക്കുന്നത് വളരെ മോശമാണ്. കാരണം ഈ കുട്ടികളെ ഈ ഒരു ഗുണ്ടകളെയൊക്കെ അയച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് പല മേഖലകളിൽ നിന്നും ഈ സ്വകാര്യ മേഖല, പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ഒരുപാട് SBIയും അതുപോലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെയുള്ള സമയത്ത് റിലയൻസ് പോലുള്ള ഏൽപ്പിക്കുന്നത് വളരെ മോശമാണെന്ന് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി പല ആളുകളും ലോൺ എടുത്തിട്ടുണ്ടാവും. ഇത്തരം ലോണുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി റിലയൻസ് പോലെയുള്ള കമ്പനികൾ ഏൽപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് ദോഷമായിട്ടാണ് ഭവിക്കാൻ സാധ്യതയുള്ളത്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ വാങ്ങിയിട്ട് തന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന ധാരാളം കുട്ടികളുള്ള സ്ഥലമാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ കേരളത്തിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആ അർഹതയ്ക്കനുസരിച്ചുള്ളൊരു തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യത കുറഞ്ഞു വരും. നമ്മളെ ഇത് കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വായ്പ തിരിച്ചടവ് പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് റിലയൻസ് നേരത്തെ ഉണ്ടാകുന്ന പൊതുമേഖലാ ബാങ്കുകളിൽ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാലാവധി കൊടുക്കലും നോട്ടീസ് വരലും ഒക്കെ ആയിട്ടാകുമ്പോൾ കുറച്ചൊരു ആശ്വാസം അതിൽ വരാറുണ്ട്. പക്ഷേ അതൊരു റിലയൻസ് പോലെയുള്ളൊരു കമ്പനിക്ക് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് കുട്ടികളുടെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കും. വിദ്യാഭ്യാസ വായ്പ സർക്കാർ കുത്തകകളെ ഏൽപ്പിക്കുന്ന നയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ലോൺ എടുത്തൊക്കെ പഠിക്കുന്നത്. അത്തരം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന സർക്കാർ നയം വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹാനികരമാകും. കാരണം അവർ റിലയൻസ് പോലുള്ള കുത്തകകൾ കൊട്ടേഷൻ സംഘങ്ങൾ അടക്കമുള്ളവരെയാണ് ഇതിനു വേണ്ടി ഏർപ്പെടുത്തുക.
അപ്പോൾ അത് പിന്നെ ശാരീരികമായി പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറും. അത് ശരിയല്ല. ഈ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11 നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. ശമ്പള പരിഷ്കാരമടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം പബ്ലിക് സ്കൂൾ അധ്യാപകർ ഏകദിന സൂചനാ പണിമുടക്ക് നടത്തി. പരാധീനതകളാൽ വീർപ്പുമുട്ടി പാലാവയൽ കൂട്ടക്കുഴിയിലെ ഏകാധ്യാപക വിദ്യാലയം. 1 മുതൽ 3 വരെ ക്ലാസുകളിലായി 15ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് കോളനിക്കായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിൽ. തകർച്ച നേരിട്ട കൊപ്രവില ഉയർച്ചയിലേക്ക്. പുതിയ പ്രതീക്ഷകളുമായി കേര കർഷകർ. തുടർച്ചയായി പൊട്ടിപ്പൊളിയുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് നിത്യദുരിതമാകുന്നു. പയ്യന്നൂർ നഗരസഭ CDS കുടുംബശ്രീ 17ാം വാർഷികാഘോഷം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.